എൻ്റെ കയ്യിൽ കാണുന്ന ഈ സാധാരണ A4 പേപ്പറിനെ നമ്മളൊരു വിൻറ്റേജ് പേപ്പറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ സംഭവം സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. എന്തായാലും കുറച്ച് കോഫി പൗഡർ നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു A4 പേപ്പറിൻ്റെ ഓരോ മുക്കും മൂലയും നമ്മൾ ഇതേപോലെ ജസ്റ്റ് ഒന്ന് കത്തിച്ച് കൊടുക്കുകയാണ്. ഇങ്ങനെ കത്തിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ പെട്ടെന്ന് പിടിക്കുന്ന ആ ഒരു തീ നമ്മൾ പെട്ടെന്ന് ഊതിക്കെടുത്തേണ്ടതുമാണ്. അങ്ങനെ എന്തായാലും നമ്മൾ ആ ഒരു എടുത്തിരിക്കുന്ന ആ ഒരു A4 പേപ്പറിൻ്റെ 4 സൈഡ് നമുക്ക് ഇതേപോലെ ചെയ്യേണ്ടതാണ്. ഇതുണ്ടാക്കുമ്പോൾ നമുക്ക് ഏറ്റവും ക്ഷമ വേണ്ടത് ഈ ഒരു പരിപാടിക്കാണ്. എന്തായാലും തീ ആ ഒരു പേപ്പറിലേക്ക് പിടിക്കുമ്പോൾ തന്നെ നമ്മളത് ഊതിക്കെടുത്തി അത്യാവശ്യം നല്ല ഷേപ്പാക്കി നമുക്ക് ആ ഒരു വിൻറ്റേജ് ലുക്കിലേക്ക് എത്തിച്ചെടുക്കണം. അങ്ങനെ ഇപ്പോൾ എന്തായാലും നമ്മൾ ആ എടുത്ത ആ ഒരു A4 പേപ്പറിൻ്റെ 4 സൈഡും നമ്മൾ ഇതേപടുത്തി നമ്മൾ കത്തിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് മാറ്റി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും നമ്മൾ ആ ഒരു പേപ്പറിൽ വിൻറ്റേജ് ഷേപ്പ് മാത്രമേ ആക്കി എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ ലുക്കും കൂടെ ഒന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ ആ ഒരു ലുക്കിലേക്ക് കൂടെ എത്തിച്ചു കൊടുക്കാനാണ് നമ്മളിവിടെ കോഫി പൗഡർ എടുത്തിരുന്നത്. എന്തായാലും നമ്മൾ കോഫി പൗഡർ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്ക് ഇതിലേക്ക് വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. വെള്ളം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് തിക്നെസ്സിൽ വേണം കിട്ടാൻ, ഒരുപാട് അങ്ങ് ലൂസായി പോകരുത്. അങ്ങനെ നമ്മളെടുത്ത ആ ഒരു കോഫി പൗഡറിലേക്ക് വെള്ളം ആഡ് ചെയ്ത് ഇനി നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്യണം. അപ്പോൾ ഒരു പഴയ ഒരു പെയിൻറ്റ് ബ്രഷോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒത്തിരി കട്ടിയൊക്കെ തോന്നിക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് വെള്ളം ഒന്ന് ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അങ്ങനെ നമ്മൾ മിക്സ് ചെയ്തെടുത്ത ആ ഒരു കോഫി പൗഡറിനെ നമ്മൾ നേരെ നമ്മുടെ ആ ഒരു പേപ്പറിലേക്ക് ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ പെയിൻറ്റ് ചെയ്തെടുക്കാനാണെങ്കിൽ നിങ്ങളൊക്കെ വിചാരിക്കും ഇതുപോലെ നമുക്ക് പെയിൻറ്റ് ഉപയോഗിച്ചാൽ പോരെ, എന്തിനാണ് ഈ കോഫി പൗഡർ നമ്മൾ ഉപയോഗിക്കുന്നത്. അഥവാ നമ്മൾ പെയിൻറ്റിങ് ചെയ്യുവാണെങ്കിൽ തന്നെ നമ്മൾ ആ ഒരു പെയിൻറ്റിങ് ആ ഒരു വിൻറ്റേജ് ലുക്കിൽ എങ്ങനെയാണോ ആ പേപ്പറിൻ്റെ ഓരോ ഭാഗത്തെ ഷെയ്ഡ് ഇരിക്കുന്നത് അതേപോലെ നമ്മൾ പെയിൻറ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ ഡയറക്റ്റ് ഇതുപോലെ കളർ അടിക്കുവാണെങ്കിൽ തന്നെ അത് സെയിം ഒരു കളർ അടിച്ച പോലെ തന്നെ ഇരിക്കുകയും ചെയ്യും പെയിൻറ്റ് ചെയ്യുവാണെങ്കിൽ. നമ്മളിവിടെ കോഫി പൗഡർ ഉപയോഗിക്കുന്നതിൻ്റെ ആ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ റിസൾട്ട് കാണുമ്പോൾ ശരിക്കും മനസ്സിലാവും. അങ്ങനെ നമ്മൾ 2 സൈഡും ആ ഒരു പേപ്പറിൻ്റെ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ആ ഒരു കോഫി പൗഡർ കൊണ്ട്. അപ്പം നമ്മൾ അത് നേരെ ഉണക്കാൻ വെച്ചിട്ടുണ്ട്. ഇതൊരു 5 മിനിറ്റ് നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കി കഴിഞ്ഞാൽ നമ്മുടെ പേപ്പർ ഇവിടെ റെഡി ആയിരിക്കും. അങ്ങനെ എന്തായാലും കുറച്ച് നേരം വെയിലത്തിരുന്ന പേപ്പർ നമ്മൾ തിരിച്ചെടുത്തിട്ട് നമ്മൾ അതിൽ ആ ഒരു തേച്ചിരുന്ന ആ ഒരു കോഫി പൗഡർ എന്തെങ്കിലും തുണി വെച്ചോ അല്ലെങ്കിൽ ഒരു പേപ്പർ വെച്ചോ ഇതേപോലെ ഒന്ന് റബ്ബ് ചെയ്ത് ആ ഒരു പൊടി അങ്ങ് കളയണം. ഈ ഒരു പൊടിയും കൂടെ കളയുമ്പോഴായിരിക്കും നമ്മുടെ ആ ഒരു വിൻറ്റേജ് പേപ്പറിൻ്റെ ഫൈനൽ ഔട്ട് നമുക്ക് കിട്ടുന്നത്. ചെറിയതായിട്ട് സോഫ്റ്റ് ആയിട്ടൊന്ന് ജസ്റ്റ് ഇതേപോലെ റബ്ബ് ചെയ്ത് കൊടുത്താൽ തന്നെ പെട്ടെന്ന് തന്നെ ആ ഒരു പൊടി മാറി കിട്ടുന്നതായിരിക്കും. എന്തായാലും നമ്മൾ 2 സൈഡിലും ഇതേപോലെ തേച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 സൈഡിൽ നമ്മൾ ഇതേപടുത്തി ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് നമ്മൾ ആ ഒരു പൊടി കളഞ്ഞെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ റെഡിയാക്കിയ നമ്മുടെ വിൻറ്റേജ് പേപ്പർ നമ്മൾ ഒരു A4 പേപ്പറിൽ നേരെ വിൻറ്റേജ് പേപ്പറിലേക്ക് മാറ്റിയ ആ ഒരു പേപ്പറിൻ്റെ ഫൈനൽ ഔട്ടാണ് നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മൾ എന്തുകൊണ്ടാണ് ഇതിന് പെയിൻറ്റ് ഉപയോഗിക്കാത്തതെന്ന്. ആ ഒരു പെർഫെക്ഷൻ കിട്ടണമെങ്കിൽ കോഫി പൗഡർ തന്നെ വേണം. ഇനിയിപ്പോൾ നമുക്കൊരു വിൻറ്റേജ് പേപ്പർ ഉണ്ടാക്കിയാൽ മാത്രം പോരല്ലോ, അതിലെന്തെങ്കിലുമൊക്കെ എഴുത്തൂടെ വേണ്ടായോ. അപ്പോൾ അതും കൂടെ പൂർത്തിയാക്കാൻ വേണ്ടി എൻ്റെ ഒരു ഫ്രണ്ട് അതിലൊരു 4 വരി സെൻറ്റൻസ് എഴുതാൻ പോവാണ് ഇംഗ്ലീഷിൽ. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മലയാളത്തിലോ ഇംഗ്ലീഷിലോ എങ്ങനെ വേണമെങ്കിലും എഴുതി ഇതൊരു ഗിഫ്റ്റ് പോലോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനത്തിൻ്റെ കൂടോ നമുക്ക് ഇതേപോലെ വിൻറ്റേജ് രീതിയിൽ നമുക്ക് എന്തെങ്കിലും വെക്കണമെങ്കിൽ ഇതേപോലത്തെ ഒരു സാധനം ട്രൈ ചെയ്ത് നോക്കണം. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ലെറ്റർ കൊടുക്കുകയാണെങ്കിൽ അത് ഇതേപോലെ ഒരു വിൻറ്റേജ് പേപ്പർ ക്രിയേറ്റ് ചെയ്ത് അത് റോൾ ചെയ്ത് അതിലൊരു ടൈയും കെട്ടിക്കഴിഞ്ഞാൽ സാധനം എന്തായാലും പൊളിച്ചിരിക്കും. അങ്ങനെ എന്തായാലും നമുക്ക് വേണ്ട രീതിയിലുള്ള എഴുത്തും കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി കഴിഞ്ഞാൽ എന്തായാലും സാധനം കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ്. അങ്ങനെ നമ്മുടെ വിൻറ്റേജ് പേപ്പർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ വിൻറ്റേജ് പേപ്പർ അല്ലേ, എന്തായാലും നമ്മള് A4 പേപ്പറിൽ നിന്ന് അതെ ഇങ്ങനെ ആക്കി എഴുതു. ഭയങ്കര പെട്ടെന്നല്ലേ സംഭവം എന്ന് വെച്ചാൽ നൈസ് സാധനമാണ്. പക്ഷെ വലിയ ചെലവൊന്നും ഇല്ലാതല്ലേ, കാപ്പി പൗഡർ മാത്രം കാപ്പിപ്പൊടി മാത്രം ഉപയോഗിച്ചാൽ മതി. നിങ്ങൾക്ക് പെട്ടെന്ന് വീട്ടിലത് ഇപ്പൊ ആർക്കെങ്കിലും ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ നമുക്ക് ലെറ്റർ വിന്റേജ് ടൈപ്പ് സാധനം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ചെയ്യാന്നുള്ള ഒരു പരിപാടിയില്ല, ഒരു 5 മിനിറ്റത്തെ കാര്യമുള്ളൂ. നല്ലപോലെ എഴുതാൻ അറിയാം. നല്ല ഇപ്പൊ നമ്മൾ ഇതിനകത്ത് ചുമ്മാ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചേക്കുന്നത്, പക്ഷെ നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉള്ള ആൾക്കാർക്കൊക്കെ പെട്ടെന്നില്ല. അത് മറ്റേ ആ പേന വെച്ചിട്ട് ഇങ്ങനെ മറ്റേ ഇത് ഹീറോ അതെ അങ്ങനത്തെ പേന അത് വെച്ചിട്ട് എന്തായാലും ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയിട്ടല്ലേ. പക്ഷെ ഒരു ലെറ്റർ കൂട്ടി നമ്മൾ ലെറ്റർ പാട് നമുക്ക് എഴുതി സെറ്റ് ആക്കി കൊടുക്കാവുന്നേ ഉള്ളൂ. അപ്പൊ നമ്മൾ ചുമ്മാ ഒരു വിന്റേജ് ലുക്ക് സാധനം. അതെ അത് ഈ പേപ്പറില്ലേ, ആ ബോണ്ട് പേപ്പറാണ് നമ്മള് താഴെ പോയി. അപ്പൊ ആ ബോണ്ട് പേപ്പറാണ് നമ്മൾ അത്ര സെറ്റ് ചെയ്തല്ലേ. അതെ ഇങ്ങനെ ഇരുന്ന പേപ്പറിനെ നമ്മൾ ഇങ്ങനെ ആക്കി എടുത്തു. നല്ല കാപ്പിപ്പൊടി. അതെ അതിന്റെ ഇത് മാത്രമേ ഉള്ളൂ. നല്ല നല്ല മണമുണ്ട് ഇതിന്. അതെ അപ്പൊ നമ്മളാണെങ്കിൽ ചുമ്മാ ഇങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചല്ലേ. അപ്പം ഇന്നത്തെ ഈ വീഡിയോ ഇപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നൈസ് സാധനമാണല്ലേ, അടിപൊളിയാ, പെട്ടെന്ന് തന്നെ കാര്യം നടക്കും. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക, എല്ലാം ചെയ്യാം. ഓക്കെ ശരി, ബൈ.